പുഴയ്ക്കരികിൽ എന്നോടൊപ്പം ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ നിനക്കൊന്നും തോന്നാറില്ലേ ജീവ? കടലെ തിരമാലകളിലേക്ക് കണ്ണു നട്ടിരിക്കുന്നതിനിടയിൽ നീരജയുടെ ചോദ്യം കേട്ട് ജീവൻ അവളെ നോക്കി. അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. എനിക്കെന്താ നീരജ തോന്നേണ്ടത്? അവൻ ചോദ്യം അവളിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. അതല്ല ജീവ, പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ തമ്മിലുണ്ടാവുന്ന ഒരു അടുപ്പം നിനക്ക് എന്നോട് ഇല്ലേന്നൊരു സംശയം. നീരജ പറഞ്ഞതും ജീവന്റെ ചുണ്ടിലെ പുഞ്ചിരി ഒരു പൊട്ടിച്ചിരിയായി മാറി. താൻ ഇത്ര പൈങ്കിളി ആവാതൊരു. പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേരായിട്ട് നമ്മൾ ഇതുവരെ മാറിയിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ട്രൈ. ജീവൻ പറഞ്ഞതും നീരജയുടെ മുഖം വിളറി. ജീവൻ അതപ്പോൾ? ഹേയ്, താനിങ്ങനെ പരിഭ്രമിക്കേണ്ട നീരജ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് അപരിചിതർ മാത്രമായിരുന്നു നമ്മൾ ആദ്യം. പിന്നീട് നമ്മൾ ഒരേ നാട്ടുകാരായി, നല്ല രണ്ട് സുഹൃത്തുക്കളായി. ഏറ്റവും ഒടുവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമുക്കൊരുമിച്ച് ഒരു ജീവിതം ഷെയർ ചെയ്താലോ എന്ന് താൻ എന്നോട് ചോദിച്ചു. അതേ ഞാനാണ് ജീവനോട് എനിക്ക് തന്നെ ഒരു സുഹൃത്തിനപ്പുറം ഇഷ്ടമാണെന്ന് പറഞ്ഞത്, ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞത്. താനത് സമ്മതിച്ചതല്ലേ ജീവ? സമ്മതിച്ചു എന്നതല്ല നീരജ, ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കൾ, നാട്ടുകാർ, പരസ്പരം നന്നായി അറിയുന്നവർ, അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ഒരു കൂട്ടുകാരിയിൽ നിന്നും പ്രണയിനിയിലേക്ക്, പിന്നീട് അവിടെ നിന്നും ഭാര്യയിലേക്കൊക്കെ മാറാൻ തനിക്കും ഒരു നല്ല കാമുകനും ഭർത്താവുമായി മാറാൻ എനിക്കും സാധിക്കുമോ എന്നതായിരുന്നു എൻ്റെ ഭയം. എന്തിനാണ് ജീവ അത്തരം ചിന്തകൾ? എനിക്ക് നിന്നെ എൻ്റെ കാമുകനായിട്ടും ഭർത്താവായിട്ടും ഒക്കെ കാണാനും സ്വീകരിക്കാനും പറ്റുന്നുണ്ടല്ലോ. പിന്നെ നിനക്കെന്താ പറ്റാത്തത്? നിനക്കെന്നെ ഇഷ്ടമല്ലേ? നീരജയുടെ ചോദ്യത്തിൽ സങ്കടം നിഴലിച്ചിരുന്നു. ഏയ്, താനിങ്ങനെ ടെൻഷൻ ആവണ്ട. തന്നെ ഇഷ്ടമല്ലാന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ നീരജ? പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു പ്രണയിനിയോട് എന്ന പോലെ താൻ ഒരിക്കലും എന്നോട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നില്ല. എന്തിനെൻ്റെ അടുത്ത് പോലും ഒന്ന് ഇരിക്കാറില്ല. ഇപ്പോൾ തന്നെ ഞാനാണ് തൻ്റെ അടുത്ത് ഒന്ന് തന്നോട് ഒട്ടി വന്നിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് നമ്മളിപ്പോഴും ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് ജീവ. അത് സാരമില്ല നീരജ. ഒരു ഫ്രണ്ടിനപ്പുറത്തേക്ക് ഒരു പ്രണയിനിയായി താൻ ഇതുവരെയും എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല. ഒരു നല്ല സുഹൃത്തിനപ്പുറം വേറെ ഒന്നും എനിക്ക് തന്നോട് തോന്നുന്നുമില്ല ജീവ. ജീവൻ പറയുന്നത് യെസ്, അതുതന്നെയാണ് നീരജ. ഇപ്പോൾ താൻ എന്നോട് ചോദിച്ചില്ലേ, തനിക്കൊപ്പം തന്നോട് ചേർന്നിരിക്കുമ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ലേ എന്ന്? ഇല്ലടൂ, എൻ്റെ സുഹൃത്തിനൊപ്പം ഇരിക്കുന്നു എന്ന തോന്നലിനപ്പുറം നിന്റെ സാമീപ്യം എന്നിൽ യാതൊരു മാറ്റവും സൃഷ്ടിക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ എന്നെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുകയായിരുന്നു. ഒരു നല്ല കൂട്ടുകാരി എന്നതിനപ്പുറം താൻ എനിക്ക് ആരാണ് എന്ന്, തൻ്റെ സാമീപ്യം എനിക്കെന്ത് സന്തോഷമാണ് നൽകുന്നതെന്നെല്ലാം ഞാൻ പരിശോധിക്കുകയായിരുന്നു. എന്നിട്ട്? നീരജയുടെ ചോദ്യത്തിന് ജീവൻ ഒന്നും പറയാതെ അവളെ ഒന്ന് നോക്കി. തൻ്റെ മനസ്സിൽ ഞാനില്ല അല്ലേ? അവൾ ചോദിച്ചു. താനുണ്ട്, പക്ഷേ അതാ പഴയ സ്ഥാനത്ത് തന്നെയാണ് സുഹൃത്തിൻ്റെ. ഞാൻ ശ്രമിച്ചു നോക്കി തന്നെ ഒരു പ്രണയിനിയായി. പക്ഷേ എന്താണ് ജീവ ഒരു പക്ഷേ? നീ ഇങ്ങനെ തീർച്ചയാക്കി ഞാൻ നിന്നിലില്ല എന്ന്. നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഒരു ദിവസം കാണാതെ ഇരുന്നാൽ, അവരുടെ ശബ്ദം കേൾക്കാതെ ഇരുന്നാൽ നമുക്കൊരു തരം ശ്വാസം മുട്ടൽ ഉണ്ടാകും. അവർക്ക് എന്തു പറ്റി എന്ന് ആദിയിൽ നമ്മൾ ഉരുകും. അതൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ലടോ. ഓരോ നിമിഷവും നമ്മൾ അത് ഓർക്കില്ലേ? അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ നിന്റെ സാമീപ്യം, നിന്റെ സ്പർശനം, ഇതൊന്നും എന്നിൽ യാതൊരു വികാരവും ഉണർത്തുന്നില്ല. ഒരു സുഹൃത്തിനപ്പുറം ഒരു നോട്ടം കൊണ്ട് പോലും നിന്നിൽ എനിക്ക് പ്രണയം തോന്നുന്നില്ല. മതി ജീവ, നിർത്ത്. ഇടയ്ക്കിടെ ഇങ്ങനെ സുഹൃത്ത് സുഹൃത്ത് എന്ന് ആവർത്തിക്കണ്ട. നീരജ പൊടുന്നനെ ജീവനോട് ദേഷ്യപ്പെട്ടു. നീരജ, താൻ വേണ്ട. ജീവൻ എന്നെ ബോധ്യപ്പെടുത്താനായി. താൻ ഇനി കൂടുതൽ ന്യായീകരണങ്ങൾ നടത്തണമെന്നില്ല. എനിക്ക് മനസ്സിലായി തനിക്കുള്ളിൽ ഞാനില്ല എന്ന്. തനിക്കിഷ്ടം തൻ്റെ ചിറ്റയെ പോലെയുള്ള ഒരാളെ ആയിരിക്കും. അതുമല്ലെങ്കിൽ തൻ്റെ ചിറ്റ പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഇഷ്ടമല്ലെന്ന്. തൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാണല്ലോ. താൻ വെറും ഒരു വാലാട്ടി പട്ടിയല്ലേ അവരുടെ? നിന്റെ ഏത് കാര്യം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും അവരല്ലേ? സ്റ്റോപ്പ് ഇറ്റ് നീരജ. ഇനി ഒരു അക്ഷരം താൻ മിണ്ടിയാൽ ഇതുവരെ നീ കണ്ട ജീവനാവില്ല. പിന്നെ നിന്റെ മുൻപിൽ എൻ്റെ ചിറ്റയെ പറ്റി പറയാൻ നീ ആരാ? ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ജീവൻ നീരജയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി.
നീ എത്ര ദേഷ്യപ്പെട്ടാലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും ജീവ. നിനക്ക് അവരോട് മാത്രമേ ഈ ഭൂമിയിൽ സ്നേഹമുള്ളൂ. അവരുടെ ചിരിയും സന്തോഷവും മാത്രമേ നീ എന്നും ആഗ്രഹിക്കൂ എന്നെല്ലാം എനിക്കറിയാം. പക്ഷേ എന്നിട്ടും ഞാൻ നിന്നെ സ്നേഹിച്ചു. പക്ഷെ നിനക്കെന്നെ വേണ്ട. നീ ഒരിക്കൽ തിരിച്ചറിയും എനിക്ക് നിന്നോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആഴം. നീ എന്ന ചിന്തയിൽ ഞാൻ ജീവിച്ചു തീർത്ത നാളുകളൊക്കെ അന്ന് നീ വേദനിക്കും എന്നെ നഷ്ടപ്പെട്ടതോർത്ത്. ജീവന് നേരെ തിരിഞ്ഞു നീരജ് പറഞ്ഞതും ജീവൻ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. ഒരിക്കലും നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയില്ലടി. അതുപോലെ നിന്നെ നഷ്ടപ്പെട്ടതിൽ വേദനിക്കുകയുമില്ല. കാരണം നീ സ്വാർത്ഥയാണ്, ബന്ധങ്ങളുടെ വില അറിയാത്തവളാണ്. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിന്നോട് തിരിച്ച് എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ച് ഞാൻ പാഴാക്കിയ ദിവസങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ വേദനിച്ചു. എന്തൊക്കെയാണെങ്കിലും ശരി, നിന്നെപ്പോലെ ഒരുത്തിയെ പറ്റി ചിന്തിക്കുന്നില്ല. അത്രയ്ക്ക് അഴുക്ക് നിറഞ്ഞാണ് നിന്റെ മനസ്സെന്ന് എനിക്ക് മനസ്സിലായി. മാതാപിതാക്കൾ ബന്ധം വേർപ്പെടുത്തി പോയപ്പോൾ അനാഥമാക്കപ്പെട്ട ഒരു ജന്മമായിരുന്നു എൻ്റേത്. അച്ഛനമ്മമാരിൽ ആരെ സ്നേഹിക്കണം, ആരുടെ കൂടെ നിൽക്കണമെന്നറിയാതെ പകച്ചു പോയ ഒരു 8 വയസ്സുകാരനെ ആരുടെയും അഭിപ്രായവും ഇഷ്ടവും നോക്കാതെ ചേർത്ത് പിടിച്ചതാണ് എൻ്റെ ചിറ്റ. അന്ന് മുതൽ ഇന്ന് വരെ അവർ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. എൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആയിരുന്നു ചിറ്റയുടേതും. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ആദ്യം പറഞ്ഞതും അവരോടാണ്. ഒത്തിരി സന്തോഷമായി ആ പാവത്തിന്. എൻ്റെ ഓഫീസിലെ ഒരാൾ എന്നതിനേക്കാൾ ചിറ്റ നിന്നെ പരിചയം രാഘവേട്ടൻ്റെ മകൾ എന്ന മേൽവിലാസത്തിലാണ്. ഈ നാട്ടിലെ കുട്ടി എന്ന നിലയിലാണ് നിന്നെക്കുറിച്ച് പറഞ്ഞ് എന്നോട് ചിറ്റ. നീ എൻ്റെ ഭാഗ്യമാണ് എന്ന് വരെ. നിനക്ക് മുൻപരിചയമുണ്ട് എൻ്റെ ചിറ്റയെ. പക്ഷേ അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചില്ല. സാധിച്ചിരുന്നുവെങ്കിൽ നീ ഇത്ര മോശമായി സംസാരിക്കില്ലായിരുന്നു. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നിന്റെ സ്വഭാവം. ചിറ്റയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നീ താല്പര്യമില്ലാതെ കേൾക്കുന്നതും അസ്വസ്ഥയാവുന്നതും എൻ്റെ മനസ്സിലൊരു കരടായി പതിഞ്ഞത് കൊണ്ടാവാം നിന്നെ എനിക്ക് എൻ്റെ പ്രാണന്റെ പാതിയായി കാണാൻ പറ്റാതിരുന്നത്. എന്തായാലും അത് നന്നായി. നിന്റെ മനസ്സിലെ ദുഷിപ്പ് മനസ്സിലാക്കാൻ പറ്റിയല്ലോ ജീവ. അത് എനിക്ക് നിന്നെ അത്രയേറെ ഇഷ്ടമായത് കൊണ്ടാണ്. നിന്റെ സ്നേഹം പകുത്തു പോകുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. നീ ഇത്രയും തരം താഴരുതു നീരജ. താഴ്ന്നാൽ എൻ്റെ മനസ്സിലെ കൂട്ടുകാരി എന്ന സ്ഥാനം വീണ്ടും താഴ്ന്നു പോവും. നിന്റെ സ്ഥാനം വീണ്ടും വീണ്ടും താഴ്ന്നു പോവും. ഒരമ്മ മകനെ സ്നേഹിക്കുന്നതും മകൻ തിരിച്ചമ്മയെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടാൻ സാധിക്കാത്ത നീ ഒരു പെണ്ണാണോ? നിന്നോടുള്ള എൻ്റെ ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ജീവ. പിന്നെ അവർ നിന്റെ പെറ്റമ്മയല്ലല്ലോ എന്ന ചിന്തയും. പെറ്റമ്മയാണ് നീരജ. ജന്മം തന്ന അമ്മ 10 മാസം വയറ്റിൽ ചുമന്നപ്പോൾ ജീവിതം മുഴുവൻ എന്നെ മനസ്സിൽ ചുമന്ന എൻ്റെ മാത്രം പെറ്റമ്മ. എന്തായാലും ഇതിങ്ങനെ ഇവിടെ അവസാനിച്ചത് നന്നായി. എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് നിന്റെ ഈ സ്വഭാവം ഞാൻ അറിഞ്ഞത് എങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇടയിൽ സംഭവിച്ചത് തന്നെ നമുക്കിടയിലും സംഭവിച്ചത് ചേനെ. അതിനിടയിൽ കുറേ ജീവിതങ്ങൾ ഞെരിഞ്ഞമർന്നേനെ. അതൊന്നുമല്ലാതെ ഇങ്ങനെ അവസാനിച്ചല്ലോ. സന്തോഷം ജീവ. വേണ്ട നീരജ, ഇനി ഒരു സംസാരത്തിനോ ചിന്തകൾക്കോ ഒന്നും അവസരമില്ല. ഇത് ജീവിതമാണ്. അവിടെ ശരിയല്ല എന്ന് തോന്നുന്നതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ശരികേടുകൾ മാത്രമായിരിക്കും അവശേഷിക്കുക. ഞാൻ പോകുന്നു. എൻ്റെ മടങ്ങിവരവും കാത്തിരിക്കുന്ന എൻ്റെ ചിറ്റയുടെ അടുത്തേക്ക്. നീ എന്ന ചിന്തയുടെ ഭാരമില്ലാതെ ആത്മവിശ്വാസത്തോടെ എടുത്ത തീരുമാനം 100% ബോധ്യമാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ ജീവൻ നടന്നകലുമ്പോൾ അന്ധകാരം മൂടിയ മനസ്സുമായി മറയുന്ന സൂര്യനെയും നോക്കി നീരജ മാത്രം അവിടെ അവശേഷിച്ചു, ഇരുട്ടിൻ്റെ ലോകത്തെ വെളിച്ചമാവാൻ കഴിയാതെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്